നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ ലോകം ഏറെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വലിയ ഗ്രഹമാറ്റം ഇതാ വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. 2026 ജൂൺ 2 ദേവഗുരുവായ വ്യാഴം തൻ്റെ സ്വന്തം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം 12 രാശിയിലും പെട്ട 27 നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിലെ നിർണായകമായ ഫലങ്ങൾ, മാറ്റങ്ങൾ, പുരോഗതികൾ, ഐശ്വര്യങ്ങളൊക്കെ ഈ സമയത്ത് സംഭവിക്കും. 12 രാശിയിലും പെട്ട ഓരോ നക്ഷത്രക്കാരുടെയും വ്യാഴമാറ്റ ഫലം വിശദമായി തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചില പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം വ്യാഴമാറ്റത്തിൽ ഏറ്റവും വലിയ ഫലങ്ങൾ, ഏറ്റവും സൗഭാഗ്യങ്ങൾ, രാജയോഗ സമാനമായ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന സുപ്രധാനമായ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിലേക്കാണ് സംഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ ആ കരുതൽ, ആ കടാക്ഷം, ഭാഗ്യം ഒക്കെ ലഭിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും എല്ലാ നക്ഷത്രത്തിലും പെട്ട ജാതകരെ കൈപിടിച്ചുയർത്തുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തുന്ന ഒരു വ്യാഴമാറ്റം തന്നെയാണ് ജൂൺ 2 സംഭവിക്കുന്നത്. എങ്കിലും ഇതിൽ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ, സർവകാര്യസിദ്ധികൾ ഏറ്റവും അനുഗ്രഹീതമായി നിൽക്കുന്ന നക്ഷത്രക്കാർ അഥവാ രാശിക്കാർ അതാരൊക്കെയാണ്? 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം എത്തുമ്പോൾ വളരെ ഭാഗ്യകരമായ സംഭവ വികാസങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടികൾ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, മാറ്റങ്ങളൊക്കെ വരുത്തും. ഈ 2, 5, 7, 9, 11 ഭാവങ്ങളിൽ വരുന്ന നക്ഷത്രക്കാരെയും അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ 2ാം ഭാവം, മിഥുനക്കൂറുകാരാണ് 2ാം ഭാവത്തിലേക്ക് വരുന്നത്. 2ാം ഭാവം എന്നത് ധനസ്ഥാനം, കുടുംബസ്ഥാനം എന്നാണ് ജ്യോതിഷത്തിൽ. മകേരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യ 1/4 ഭാഗം നക്ഷത്രക്കാരാണ് ഈ 2ാം ഭാവത്തിലേക്ക് വരുന്നത്. 2ാം ഭാവം ധനലബ്ധിയും കുടുംബ ഐശ്വര്യവും ലഭിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ്. സാമ്പത്തികമായി വലിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മിഥുനരാശിയെ സംബന്ധിച്ച്. 2ാം ഭാവം ധനസ്ഥാനമായതിനാൽ സാമ്പത്തികപരമായി ഇവർക്ക് നല്ല ലാഭം, നേട്ടങ്ങൾ, ഉന്നതിയൊക്കെ ഉണ്ടാകും. മുൻകാലങ്ങളിൽ ഇവരുടെ നിക്ഷേപങ്ങളിൽ നിന്ന്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ലാഭം ലഭിക്കും. ബിസിനസ്സുകളിൽ നിന്നോ സ്വയം സംരംഭങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാഭം ഉണ്ടാകാൻ വേണ്ടി ഇവർ ഏത് മേഖലയിൽ പണം അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ ആ മേഖലകളിൽ നിന്നും നല്ല സാമ്പത്തിക നേട്ടം ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാകും. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ 5ാം ദൃഷ്ടി കൊണ്ട് 6ാം ഭാവത്തെയും, അതായത് കടബാധ്യതകളിൽ നിന്നുള്ള മോചനം എന്നാണത് കണക്കാക്കുന്നത്. മുൻകാലങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന, ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന കടബാധ്യതകളിൽ നിന്നുള്ള മോചനം സാധ്യമാകും. 7ാം ദൃഷ്ടി കൊണ്ട് 8ാം ഭാവത്തെയും 9ാം ദൃഷ്ടി കൊണ്ട് 10ാം ഭാവത്തെയും, 10ാം ഭാവം എന്നത് തൊഴിൽ, അവരുടെ കർമ്മരംഗം. അപ്പോൾ 9ാം ദൃഷ്ടി കൊണ്ട് 10ാം ഭാവത്തെ നോക്കുമ്പോൾ തൊഴിലിൽ പുരോഗതി ഉണ്ടാകും, കർമ്മരംഗം പച്ചപിടിക്കും, മെച്ചത്തിലാകും, ലാഭം ലഭിക്കും. അതായത് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുകയും ധനസൗഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അവരുടെ പ്രവൃത്തി മേഖല, അത് ഔദ്യോഗിക രംഗമാകാം, ബിസിനസ്സാകാം, സ്വയം സംരംഭമാകാം, അവർ ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന കർമ്മരംഗം ഏതായാലും അതിൽ ഉന്നതി ഉണ്ടാവുകയും തന്മൂലം തന്നെ മിഥുനരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്ന് പറയുന്നത്, വരുമാനത്തോടൊപ്പം ചിലവുകൾ കൂടുവാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പണം ചെലവാക്കുമ്പോൾ തീർച്ചയായും നിയന്ത്രണം, ധൂർത്തടിച്ച് വരുന്ന പണം
ചെലവാക്കി കളയുവാൻ അല്ലെങ്കിൽ പാഴ്ചെലവാക്കി കളയാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പരിഹാരമായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുകയുമൊക്കെ ചെയ്യുക. ഇത് നിങ്ങളുടെ സദ്ഫലങ്ങൾ ഇരട്ടിക്കുന്നതിനും ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മാറുന്നതിനും ഈ മിഥുന രാശിക്കാർക്ക് സഹായകമാകും. അടുത്തത് 5-ാം ഭാവത്തിൽ വരുന്ന മീനക്കൂറുകാരെ കുറിച്ചാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. സന്താന ഭാഗ്യവും ബുദ്ധിശക്തിയും ഉണ്ടാകും. ഇവരുടെ രാശ്യാധിപൻ കൂടിയായ വ്യാഴം ഇവിടെ ഉച്ചസ്ഥനാകുകയാണ്. വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന സമയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ, കരുണാകടാക്ഷങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. എല്ലാ കഷ്ടകാലങ്ങളും തീർച്ചയായും മാറും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണിത്. പ്രാർത്ഥനകൾ, വഴിപാടുകളെല്ലാം, ചികിത്സകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് പൂർണ്ണമായും ഫലത്തിലെത്തും. സന്താനഭാഗ്യം തീർച്ചയായും ലഭിക്കും. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉന്നതി നേടുവാൻ ഉപകരിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങൾ യഥോചിതമായി ചില കാര്യങ്ങൾ ചെയ്യും, തീരുമാനങ്ങൾ എടുക്കും, അത് നടപ്പിലാക്കും. അങ്ങനെ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, കർമ്മരംഗം, നിങ്ങളുടെ ജീവിത പാന്താവ് ഉന്നതിയിലേക്ക് പോകും. നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഒക്കെ മാറിക്കിട്ടും. ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ഉന്നതിയും ഉണ്ടാവും. കാരണം ഈശ്വരാനുഗ്രഹം അത്രയ്ക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ എന്ന് പറയുന്നത് 5-ാം ഭാവത്തിലെ വ്യാഴം 9-ാം ഭാവത്തെയും, 9-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനം, പിന്നെ 11-ാം ഭാവത്തേക്കും ലാഭസ്ഥാനം, ജന്മരാശിയെയും തൻ്റെ അമൃതദൃഷ്ടി കൊണ്ട് നോക്കുന്നു. ഇത് സകല തടസ്സങ്ങളെയും മാറ്റി നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വിജയിക്കുവാനുള്ള ഭാഗ്യത്തെ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ലാഭവും ലഭിക്കുന്ന ഒരു സമയം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്, അതീവ ഉത്തമമാണ്. നിങ്ങൾ ഇക്കാര്യങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും. വ്യാഴത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കും. അടുത്തത് 7-ാം ഭാവം. മകരക്കൂറുകാരാണ് 7-ാം ഭാവത്തിൽ വരുന്നത്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നക്ഷത്രക്കാരാണ് 7-ാം ഭാവത്തിലെ ഈ മകരക്കൂറിൽ വരുന്നത്. 7-ാം ഭാവം എന്നത് മംഗള സൗഭാഗ്യം, ജീവിത പങ്കാളിത്ത വിജയം, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹീതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. 7-ാം ഭാവം വിവാഹസ്ഥാനമാണ്. അവിവാഹിതരായ ആളുകൾക്ക് ഏറ്റവും അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കാനും വിവാഹം മംഗളകരമായി നടക്കുവാനും ഈ ഉച്ചവ്യാഴ മാറ്റം തീർച്ചയായും വഴിതെളിക്കും. അതുകൂടാതെ പങ്കാളിത്ത ബിസിനസ്, കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ ലാഭം കൊയ്യുവാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹീതമായ മാറ്റം കൂടിയാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. 7-ാം ഭാവത്തിലെ വ്യാഴം തൻ്റെ 5-ാം ദൃഷ്ടി കൊണ്ട് 11-ാം ഭാവത്തെയും, അതായത് ലാഭസ്ഥാനത്തേക്ക്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രവൃത്തി മേഖലയിൽ വൻ ധനലാഭം, നിങ്ങൾ എന്ത് ചെയ്താലും വൻ ധനലാഭം ലഭിക്കും. ഒപ്പം 7-ാം ദൃഷ്ടി കൊണ്ട് ജന്മരാശിയെയും 9-ാം ദൃഷ്ടി കൊണ്ട് 3-ാം ഭാവത്തെയും നോക്കുന്നു. ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനം, അംഗീകാരം, ആദരവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യത തരുന്ന കാര്യങ്ങളാണ്. തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുക. കാരണം മഹാഗുരുവാണ് വ്യാഴം. അപ്പം നമ്മുടെ ഗുരുസ്ഥാനീയരായവരിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ ആശീർവാദവും പിന്തുണയും ഒക്കെ നേടുന്നത് നല്ല കാര്യങ്ങളാണ്. അടുത്തത് 9-ാം ഭാവം, ഭാഗ്യസ്ഥാനം. ഭാഗ്യസ്ഥാനത്ത് ആരാണ് വരുന്നത്? വൃശ്ചികക്കൂറുകാർക്കാണ് വ്യാഴം 9-ലേക്ക് വരുന്നത്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഈ ഭാഗ്യസ്ഥാനത്ത് വരുന്ന വൃശ്ചികക്കൂറിലെ നക്ഷത്രക്കാർ.
ഭാഗ്യദേവതയുടെ അനുഗ്രഹവും പുണ്യവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന സമയം. വ്യാഴമാറ്റത്തിൽ ഏറ്റവും വലിയ മഹാരാജയോഗം നൽകുന്ന ഭാഗ്യ സ്ഥാനമാണിത്. ചെയ്യുന്ന സർവ കാര്യങ്ങളിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ വിജയം നേടുവാൻ സാധിക്കും. തടസ്സപ്പെട്ട് കിടന്ന വസ്തുവകകൾ, പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാനുള്ള യോഗം തെളിയും. പൈതൃകമായ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. നിങ്ങൾക്ക് അർഹമായത് എന്തൊക്കെ ഇതുവരെ നിങ്ങളുടെ കൈകളിലേക്ക് എത്താതിരുന്നോ അത് ഇന്നത് എന്നില്ല, എല്ലാം സർവ്വതും സർവകാര്യ വിജയം എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാജയോഗമാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴമാറ്റത്തിലൂടെ ലഭിക്കുന്നത്. സർവ്വ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. 9ാം ഭാവത്തിലെ വ്യാഴം തൻ്റെ 5ാം ദൃഷ്ടി കൊണ്ട് ജന്മരാശിയെയും 7ാം ദൃഷ്ടി കൊണ്ട് 3ാം ഭാവത്തെയും 9ാം ദൃഷ്ടി കൊണ്ട് 5ാം ഭാവത്തെയും, അതായത് ബുദ്ധി, സന്താനം തുടങ്ങിയ ഭാവങ്ങളെയൊക്കെ നോക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങൾക്ക് വളരെ ഉന്നതിയും സന്തോഷവും, ബുദ്ധി തെളിയുക, സന്താനപരമായ കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുക, ലാഭമുണ്ടാക്കുക, നേട്ടമുണ്ടാക്കുക തുടങ്ങിയ ഫലങ്ങളൊക്കെയാണ്. തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും വ്യാഴത്തിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങളും ഫലങ്ങളും സത്ഫലങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നതിനുമൊക്കെയായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവ്വം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അന്നദാനത്തിന് സഹായിക്കുന്നതും, അല്ലെങ്കിൽ അന്നദാനം നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിലുള്ള അന്നദാനം നൽകുന്നതുമൊക്കെ നിങ്ങളുടെ ഭാഗ്യഫലങ്ങൾ തീർച്ചയായും വർദ്ധിപ്പിക്കും. ഇനി 11ാം ഭാവത്തെ പറ്റിയാണ് പറയുന്നത്. 11ാം ഭാവം എന്നാൽ ലാഭസ്ഥാനം. ആരൊക്കെയാണ് അതിൽ വരുന്നത്? കന്നിക്കൂറുകാരായ ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങളുമാണ് കന്നിക്കൂറിൽ വരുന്നത്. സർവകാര്യസിദ്ധിയും ഐശ്വര്യവുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന ഫലങ്ങൾ. 11ാം ഭാവം ലാഭസ്ഥാനമാണ് എന്ന് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സർവകാര്യങ്ങളിലും ലാഭമാണ് ഈ ഭാവത്തിലെത്തുമ്പോൾ ലഭിക്കാൻ പോകുന്ന ഫലം. അത്ഭുതകരമായ സാമ്പത്തിക പുരോഗതി നിങ്ങളെ തേടിയെത്തും. ദീർഘകാലത്തെ വലിയ ആഗ്രഹങ്ങൾ സഫലമാകും. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. അത് വീടോ വാഹനമോ വസ്തുവകകളോ വിവാഹമോ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്താണോ അത് നിങ്ങളെ തേടിയെത്തുന്ന സമയം തന്നെയാണ്. കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായ മോചനം, ഘട്ടം ഘട്ടമായി പൂർണ്ണമായ മോചനം ലഭിക്കും. കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ ചെയ്യുന്ന സർവകാര്യങ്ങളിലും ഐശ്വര്യവും ലാഭവും ശ്രദ്ധിക്കുന്ന സമയമാണ്. ഭാഗ്യം നിങ്ങളുടെ ഒപ്പം നിൽക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ പോകുന്നത് 11ാം ഭാവത്തിലെ വ്യാഴം തൻ്റെ 5ാം ദൃഷ്ടി കൊണ്ട് 3ാം ഭാവത്തെയും 7ാം ദൃഷ്ടി കൊണ്ട് 5ാം ഭാവത്തെയും 9ാം ദൃഷ്ടി കൊണ്ട് 7ാം ഭാവത്തെയും നോക്കുന്നു. വിവാഹം പോലുള്ള മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷ കിട്ടും. ശത്രുക്കളെ അതിജീവിക്കുവാൻ കഴിയും. കർമ്മരംഗത്ത് നിന്ന് ആദായം ലഭിക്കും, വരുമാനം ലഭിക്കും. കർമ്മമേഖല എന്ന് പൊതുവെ പറഞ്ഞു പോകുന്നത് ഈ ഔദ്യോഗിക രംഗം, അത് സർക്കാർ ജോലിയോ പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ വിദേശത്തോ സ്വദേശത്തോ സ്വയം സംരംഭമോ ബിസിനസ്സോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കർമ്മരംഗം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന രംഗം ഏതാണോ അത് തന്നെയാണ്, അതിലെല്ലാം ഉൾപ്പെടും. അതുകൊണ്ടാണ് അതിനെ ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചു പറയാത്തത്. കർമ്മരംഗം പുഷ്ടിപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഏത് രംഗമായാലും ശരി തന്നെ അത് പുഷ്ടിപ്പെടുകയും അതിൽ നിന്ന് ലാഭം ലഭിക്കുകയും ഐശ്വര്യമുണ്ടാകുകയും ചെയ്യും. ഭാഗ്യവർദ്ധനവിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളിൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നത് ഉൾപ്പെടുത്താം. പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവിന് ഉതകുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ 5 ഭാവങ്ങളിലും വ്യാഴം എത്തുന്നതോടുകൂടി മിഥുനം, മീനം, മകരം, വൃശ്ചികം, കന്നി എന്നീ രാശിക്കാർക്ക് ഈ വരാൻ പോകുന്ന ഉച്ചവ്യാഴത്തിൻ്റെ കാലഘട്ടം സുവർണ കാലഘട്ടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ദശാകാലങ്ങൾ കൂടി ഒന്ന് നോക്കണം. അതുകൂടി അനുകൂലമാണെങ്കിൽ
നിങ്ങൾക്ക് സർവഭാഗ്യസിദ്ധി ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജാതകത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങളോ അപകാരങ്ങളോ ദോഷകരമായ അവസ്ഥയിലാണെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടി ചെയ്ത് നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിനെ ഇരട്ടിയാക്കുവാൻ ശ്രമിക്കണം. പ്രാർത്ഥനകൾ വിട്ടുകളയരുത്, സത്കർമ്മങ്ങൾ ചെയ്യണം, നമ്മളെക്കാൾ താഴെയുള്ളവരെ ഉപദ്രവിക്കരുത്, സഹജീവികളെ സ്നേഹിക്കുക, ജീവജാലങ്ങൾക്ക് ജന്തുമൃഗാദികൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, ആഹാരം, വെള്ളം, കിടക്കാൻ സ്ഥലം, വസ്ത്രം, ഇങ്ങനെയുള്ള അത് മനുഷ്യനായാലും ജീവജാലങ്ങളായാലും ശരി തന്നെ കൊടുക്കുക. കാലഭൈരവ പ്രീതി വരുത്തുക. കാലദോഷങ്ങൾ അകറ്റാൻ ഉപകരിക്കും. തെരുവ് നായകൾ പോലുള്ള അനാഥജീവികളെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. അതിന് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക. പറ്റുമെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുക. നമുക്ക് നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരുവിധ ക്രൂരപ്രവർത്തികളും ഈ കാലഘട്ടത്തിൽ ചെയ്യരുത്. അങ്ങനെ ദോഷകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി മാറ്റിയേ പറ്റൂ. അതല്ലെങ്കിൽ ഈ വ്യാഴം ഏതവസ്ഥയിൽ വന്നിട്ടും യാതൊരുവിധ ഗുണവും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങളുടെ പ്രവൃത്തി ദോഷം അത് പ്രധാനമായൊരു കാര്യമാണ്. സൽക്കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല പ്രതിഫലം ഈ പ്രപഞ്ചശക്തികൾ നൽകും. മോശം കാര്യം ചെയ്യുന്ന ആളിന് മോശം ഫലമേ നൽകുകയുള്ളൂ. അതൊരു പക്ഷേ പെട്ടെന്ന് ലഭിക്കണമെന്നുമില്ല. ചുറ്റും നിൽക്കുന്നവർ കാണുമ്പോൾ അയാൾ പന പോലെ വളർന്നു പോകുമെങ്കിലും ഒരു ഇടിമിന്നലിൽ അത് രണ്ടായി പിളർന്നു പോകും. അതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം. പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് അതിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല നല്ല ഫലങ്ങൾ ലഭിക്കും. അവരുടെ ജീവിതം അടിമുടി മാറും, പുഷ്ടിപ്പെടും, സർവ്വരോഗ ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ കഴിയും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ഏതാനും ദിവസങ്ങൾ കൂടിയേ ഇനി ആ വ്യാഴമാറ്റം സംഭവിക്കുവാനുള്ളൂ. ആ കാലഘട്ടം, ആ വ്യാഴമാറ്റം സംഭവിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അടിമുടി മാറ്റം, ഭാഗ്യത്തിൻ്റെ എല്ലാ കൈത്താങ്കും സർവ്വ കടാക്ഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.